മാസം തികച്ചു കഴിയുന്നതിന് മുമ്പ് അതിലെ പട്ടികളെ അവിടെ കൊണ്ടുവന്ന് തുറന്നു വിട്ട ഒരു കാഴ്ചയെ ആരംഭിച്ച് കയറുവാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്നതിന് ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷെ കോർപ്പറേഷൻ മുന്നിട്ട് വരണ്ടേ? നേതൃത്വത്തിലുള്ള ഭരണം അവർ അധികാരത്തിൽ വന്നിട്ട് 6 മാസം പിന്നിടുകയാണ്. 6 മാസം പിന്നിടുമ്പോൾ കഴിഞ്ഞ 40 വർഷക്കാലം കേരളത്തിന്റെ തലസ്ഥാന നഗരി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു മുടിച്ച CPM-ന്റെ ഭരണത്തെ അതിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള ജനവിരുദ്ധമായ വികസന വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. ഇവിടെ ശബരിനാഥനും DC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. സാറ് പറഞ്ഞത് ഇന്നത്തെ 400 അജണ്ടയാണ്. 2 മണിക്കൂർ കൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന, നഗരത്തെ ബാധിക്കുന്ന ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യും? ഈ നാട്ടിൽ പകർച്ചവ്യാധികൾ പെരുകുകയാണ്. ഡെങ്കി ഫീവറും മറ്റു പനിയുമൊക്കെ പെരുകുമ്പോൾ കേരളത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്നതിന് ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷെ കോർപ്പറേഷൻ മുന്നിട്ട് വരണ്ടേ? തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പകർച്ചവ്യാധികൾ കൂടുമ്പോൾ ഈ തിരുവനന്തപുരത്ത് ഭരണകൂടമെന്ന് പറയുന്ന കോർപ്പറേഷൻ അവർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ശബരിനാഥൻ പറഞ്ഞാൽ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നതല്ലാതെ ഈ ഭരണകൂടം എന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ തലസ്ഥാന നഗരിയിലെ റോഡിലൂടെ ദിവസവും രാവിലെ നടക്കുന്നയാളാണ്. പട്ടിയെ കൊണ്ട് റോഡിലൂടെ നടക്കാൻ കഴിയുന്നില്ല. ആ KPCC ഓഫീസിന്റെ അവിടെ അപ്പുറത്തുള്ള ഓരോ ഇടവഴികളിൽ പട്ടികൾ കൂട്ടം കൂടി. പട്ടികളെ മുഴുവൻ മാറ്റിയെന്ന് ഇന്ന് മേയറുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടി. എവിടത്തെ പട്ടിയെ മാറ്റിയെന്ന് നമുക്കറിയില്ല. നായ ശല്യം കൊണ്ട് തലസ്ഥാന നഗരിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കുടിവെള്ള പ്രശ്നം, ഇതൊക്കെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷന്റെ ഭരണത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമമാണ്. എന്താ ഇവർ ചെയ്യുന്നത്? കുടിവെള്ളക്ഷാമമാണ്. ഈ സമരത്തെ സംബന്ധിച്ച്
നാടിന്റെ സ്വതജീവിതം ഉറപ്പാക്കണം എന്ന് നിലപാടിച്ചുകൊണ്ട് എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുള്ള പക്ഷപാതത്വം